നമ്മളെ കൂടെ നിന്ന് നമ്മൾ ചതിക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം നമ്മളെ കൈ പിടിച്ച് നടന്ന ആൾക്കാർ നമ്മളോട് എന്താ പറയുക, നമ്മളെ എത്രത്തോളം താഴ്ത്താൻ പറ്റും അത്രത്തോളം താഴ്ത്തി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കണം. എനിക്കും സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷത്തിൻ്റെ ലാസ്റ്റ് വീഡിയോ ഉണ്ടോ. അപ്പോൾ പറയുമ്പോൾ എല്ലാവരും അങ്ങനെയല്ല പറയാം, ഇനി അടുത്ത കൊല്ലം കാണാമെന്നൊക്കെ. അതേപോലെ തന്നെ ഇനി അടുത്ത കൊല്ലം വീഡിയോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ പറഞ്ഞിങ്ങനെ ബോറടിപ്പിക്കണില്ല കേട്ടോ. ഈ വർഷം എനിക്കുണ്ടായ ചെറിയ ചെറിയ സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയണത്. ഞാൻ ചുരുക്കിയിട്ടാണ് പറയണത്. വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു വർഷം തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. കാരണം അത്രയും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് എല്ലാ വർഷത്തിനേക്കാളും കൂടുതൽ ഇഷ്ടമായൊരു വർഷം കൂടിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാൻ നിൽക്കാറില്ല. കാരണം ഈ വർഷത്തിൽ എനിക്ക് സങ്കടങ്ങൾ കുറവായിരുന്നു കേട്ടോ, സന്തോഷങ്ങൾ കൂടുതലായിരുന്നു. അത് പറയാതെ പറ്റൂല. കാരണം എനിക്ക് ഈ ഒരു വർഷം സങ്കടവും സന്തോഷമൊക്കെ നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ അതല്ല, സന്തോഷം കൂടുതലും സങ്കടം കുറവായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ട് എൻ്റെ ലൈഫിൽ സങ്കടങ്ങളില്ല എന്നല്ല കേട്ടോ അർത്ഥം. അടിപൊളിയായിരുന്നു ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താ പറയുക, ഇണക്കങ്ങളും വിണക്കങ്ങളും അതേപോലെ തന്നെ ഒരുപാട് കളിയാക്കലുകളും കുറ്റപ്പെടുത്തലുകളും. നമ്മളെ മുന്നിൽ നിന്നിട്ട് ചില ആൾക്കാരൊക്കെ നമ്മളെ മുന്നിൽ നിന്നിട്ട് നല്ലതുപോലെ പറയും. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളോട് നല്ല ക്ലോസ് ആയിട്ട് സംസാരിക്കും, നല്ല സപ്പോർട്ടീവായിട്ട് സംസാരിക്കും. പക്ഷെ നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ മാറി നിന്ന് കുറ്റം പറയണ ഒരുപാട് ആൾക്കാരെ ഈ വർഷം എനിക്ക് മനസ്സിലാക്കാനായി, ഒരുപാട് ആൾക്കാരെ മനസ്സിലാക്കാനായി. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ എൻ്റെ ജീവിതത്തേക്ക് കിട്ടി. പിന്നെ ഒരുപാട് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ പറ്റി. അതൊക്കെ ആലോചിക്കുമ്പോൾ ഈ വർഷം എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക, ഈ വർഷം എനിക്ക് സമ്മാനിച്ചത് ഒരുപാട് ഓർമ്മകളാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷങ്ങൾ മാത്രം നിറഞ്ഞൊരു വർഷമാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് ഓവർകം ചെയ്യാൻ പറ്റിയൊരു വർഷമായിരുന്നു. മെയിനായിട്ട് ഞാൻ പഠിച്ച കാര്യം എന്താണെന്നറിയോ, ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിച്ചു ഞാൻ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യാൻ ഞാൻ പഠിച്ചു. ഏത് ബാഡ് സിറ്റുവേഷൻസും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പഠിച്ചു. ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം നടത്താൻ ഞാൻ ഈ വർഷം പഠിച്ചിട്ടുണ്ട്. പിന്നെന്താ, എനിക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം ഉള്ളൊരാഗ്രഹം ഉണ്ടായത് ഈ ഒരു വർഷമാണ് കേട്ടോ. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചെയ്യാം, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നുള്ള ആ ഒരു മൈൻഡിലും. പക്ഷേ ഈ ഒരു വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും നേടിയെടുക്കണം, എനിക്ക് എന്തെങ്കിലും ആവണം, അല്ലെങ്കിൽ എനിക്ക് സ്വപ്നങ്ങളിലൂടെ ഇങ്ങനെ പറക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായത് ഈ ഒരു വർഷമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞു പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. എന്താ പറയുക, ഈ വർഷം ഇനിയും കുറച്ചും കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഭയങ്കര അടിപൊളി വർഷമായിരുന്നു കേട്ടോ ഈ ഒരു വർഷം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഒരുപാട് ആൾക്കാർ സ്നേഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നോട് വന്ന് സംസാരിക്കും. അപ്പോൾ അതൊക്കെ എനിക്ക് നേടിത്തന്നത് ഈ ഒരു 2024 മാത്രമാണ്. പിന്നെ എൻ്റെ ഫാമിലി സപ്പോർട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടും എല്ലാം കൂടി ഒത്തു വന്നപ്പോൾ ഈ വർഷം അടിപൊളിയായിരുന്നിട്ട് എനിക്ക്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം ഒന്ന് കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. ഞാൻ എന്തായാലും നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. കാരണം ഈ വീഡിയോ കാണുന്ന മാക്സിമം ആൾക്കാരും കമൻറ്റ് ഇടാൻ നോക്കുക. കാരണം ഈ ഒരു വർഷം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഒന്ന് പറയണം കേട്ടോ. കാരണം എനിക്കും ഒരുപാട് നഷ്ടങ്ങളും അതേപോലെ തന്നെ ലാഭങ്ങളും ഉണ്ടായൊരു വർഷം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എനിക്കൊരുപാട് എന്താ പറയുക, എനിക്ക് ഫ്രണ്ട്ഷിപ്പിനെ നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഈ ഒരു വർഷം. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരുപാട് ബാഡായിട്ട് നമ്മളെ കൂടെ നിന്ന് ചതിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാടല്ല, ഒരു വ്യക്തി ഉണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സങ്കടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. ഒരു 6 മാസത്തോളം ഞാൻ ഹാപ്പിയായിരുന്നു. പിന്നെ പിന്നത്തെ 6 മാസം ഭയങ്കരമായിട്ട് എന്തോ ഒരു സിറ്റുവേഷൻസ് കൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെ പറയാൻ എനിക്കറിയില്ല. കഴിഞ്ഞു പോയത് പിന്നെ നമ്മൾ പറയാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ വർഷത്തെ കാര്യം മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ കഴിഞ്ഞ വർഷം ഞാൻ അത്രയും സങ്കടപ്പെട്ടുകൊണ്ടായിരിക്കാം ഈ വർഷം എനിക്ക് അങ്ങനെ സങ്കടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല.
സങ്കടങ്ങളും സന്തോഷങ്ങളൊക്കെ ചെറിയ രീതിയിലൊക്കെ അങ്ങനെ വന്നു പോയിട്ടുണ്ടെങ്കിലും, സങ്കടങ്ങൾ ചെറിയ രീതിയിൽ വന്നു പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഡിപ്രഷനായിരിക്കേണ്ട അവസ്ഥ ഒന്നും വന്നിട്ടില്ല. പക്ഷെ കഴിഞ്ഞ വർഷം അങ്ങനെയല്ലേനു. ഡിപ്രഷനായിട്ട് എൻ്റെ കൂടെ നിന്നൊരു വ്യക്തിനെ ചതിച്ചിട്ട് ഞാൻ അത്രത്തോളം ഡീപ്പായിട്ട് ആ വ്യക്തിയുടെ പേരോ ഒന്നും ഞാൻ അവിടെ വെളിപ്പെടുത്തുന്നില്ല കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ടാണ് ആളെന്നെ ചതിച്ച്. കഴിഞ്ഞ വർഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും സങ്കടമുണ്ട്. നമ്മളെ കൂടെ നിന്ന് നമ്മൾ ചതിക്കുക എന്ന് പറയുമ്പോൾ അത്രത്തോളം നമ്മളെ കൈ പിടിച്ച് നടന്ന ആൾക്കാർ നമ്മളോട് എന്താ പറയുക, നമ്മളെ എത്രത്തോളം താഴ്ത്താൻ പറ്റും അത്രത്തോളം താഴ്ത്തി എന്നെ ചതിച്ചു, അങ്ങനെ വേണമെങ്കിൽ ഞാൻ പറയാം. അത്രത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം മാഷാഅല്ലാഹ് അടിപൊളിയാണ്. എനിക്ക് അടിപൊളിയായിരുന്നു. ഇനിയുള്ള വർഷം ഇതിലേറെ അടിപൊളിയാവട്ടെ. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുണ്ട്, ഒരുപാട് ആൾക്കാരെ സഹായിക്കണം എന്നുണ്ട്. എനിക്ക് നിങ്ങളെ ഹെൽപ്പ് എനിക്ക് ആവശ്യമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ. അപ്പോൾ എൻ്റെ ഈ വർഷം ഇങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോയത്. ഈ ഒരു കൊല്ലം പോയത് അറിഞ്ഞില്ല എന്ന് പറയില്ല. അതേപോലെ തന്നെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇക്കാക്ക് പോയി, നമ്മുടെ കൂടെ ഒരു 5-6 മാസം നിന്നിട്ട് ഇക്കാക്ക് പോയി, പിന്നെ അനിയും പോയി, അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ കേസുകൾ കുറവായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. കാരണം കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് കയറി മറിയുക അത് തന്നെയായിരുന്നു പരിപാടി. പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഹോസ്പിറ്റൽ കേസുകൾ പറ്റ കുറവായിരുന്നു. തീരെ ഇല്ല എന്നല്ല ഞാൻ പറയാം. അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് തരുന്നതാണ്, അതൊക്കെ ഓക്കെ. പക്ഷെ കുറവായിരുന്നു നമുക്ക് അസുഖങ്ങളില്ലാതിരിക്കുക, മാക്സിമം നമ്മൾ ഹാപ്പി ആയിരിക്കാം. ഒന്നുമില്ലെങ്കിലും നമ്മൾക്ക് അസുഖങ്ങളില്ലാതിരുന്നാൽ തന്നെ റാഹത്തല്ലേ. അതാണ് എനിക്ക് ഈ ഒരു വർഷം ഉണ്ടായത്. കുഴപ്പമൊന്നുമില്ല. ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം 2025 ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് നേടിയെടുക്കാനുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അതൊക്കെ എന്താ പറയുക, അതൊക്കെ എനിക്ക് നേടിയെടുക്കണം എന്നുണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം. എന്താ പറയുക, ഇൻഷാ അല്ലാഹ് ഒക്കെ നേടിയെടുക്കണം. ഈ വർഷം എല്ലാം സ്റ്റെപ്പ് ഇട്ടു ഞാൻ അടുത്ത വർഷം ഇൻഷാ അല്ലാഹ് സ്റ്റാർട്ട് ചെയ്യും. ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റാവും. എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട് ഒക്കെ. എന്താ പറയുക, അടുത്ത വർഷം അതായത് നാളെ മുതൽ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. എന്തായാലും എന്താ പറയുക, ഇനി എൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ. നിങ്ങളെയും സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും എന്തൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നടക്കട്ടെ. ഒരിക്കലും തളരരുത്, എനിക്കതാ പറയാനുള്ളത്. ഒരിക്കലും തളർന്നു പോകരുത്. ഏത് സിറ്റുവേഷനും കടന്നു പോകാനുള്ളൊരു മനസ്സ് നമ്മൾ ഉണ്ടാക്കണം. എന്ത് സംഭവിച്ചാലും നമുക്ക് മുന്നോട്ട് പോകാം, എന്ത് സംഭവിച്ചാലും മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ എന്തായാലും വിജയിക്കും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഏത് സിറ്റുവേഷനും കടന്നു പോകാനുള്ള മനസ്സുണ്ടാക്കിയെടുക്കുക, ഈ സമയം കടന്നു പോകുമെന്നുള്ള ചിന്ത ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ എനിക്കിതൊക്കെയാണ് പറയാനുള്ളത് കേട്ടോ. ഈ വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരുപാട് കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട്, കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് കളിയാക്കലുകൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ എനിക്ക്. അതൊക്കെ ഞാൻ ഓവർകം ചെയ്തിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് ഈ ഒരു വർഷം എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ വർഷം ലാസ്റ്റായിട്ട് ഈ വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതാണ്. മാഷാഅല്ലാഹ് കുഴപ്പമൊന്നുമില്ല. ഈ വർഷം അങ്ങനെ പോയി. ഇനി നെക്സ്റ്റ് ഇയറാണ് വരാൻ പോകുന്നത്. മാഷാഅല്ലാഹ് ഒക്കെ റെഡി ആവട്ടെ, എല്ലാവരും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നടക്കട്ടെ ഇതിൻ്റെ പോലെ തന്നെ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഈ വർഷം എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടാറ്റാ.